അത് ഞാൻ ഏറ്റുപറഞ്ഞതാണ് എൻ്റെ തെറ്റെങ്കിൽ ആ ഏറ്റുപറച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കും. ആ ഏറ്റുപറച്ചിൽ തുടർന്നുകൊണ്ടിരിക്കും. സെക്രട്ടറി പറയുന്നത് അൻവർ ഉന്നയിച്ച ആരോപണം കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്, പാർട്ടിയും കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ കൃത്യമായ അന്വേഷണങ്ങളും പാർട്ടി നടപടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അൻവർ അനാവശ്യമായ വിമർശനങ്ങളും പരസ്യ പ്രസ്താവനകളുമായി വീണ്ടും രംഗത്ത് വന്നതെന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. കൃത്യമായ അന്വേഷണം നടക്കുന്നു എന്ന് അച്ചടി ഭാഷയിൽ പറഞ്ഞാൽ കൃത്യമായ അന്വേഷണം ആവോ? കത്ത് കൊടുത്തല്ലോ, റിദാൻ ബാസിൽ ഇതാ ഇടവണ്ണയാണല്ലോ. ഈ SIT ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ SIT അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ 5 ദിവസം മുമ്പ് എന്താ ഇടവണ്ണ പോലീസ് ചെയ്തത്? ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ മഞ്ചേരി കോടതിയിൽ പോയിട്ട് പറഞ്ഞു റിദാൻ ബാസിലിന്റെ ഫോൺ അന്ന് നഷ്ടപ്പെട്ടത് കിട്ടിയില്ലായിരുന്നു. ആ ഫോണുമായി ബന്ധപ്പെട്ട ചില നിർണായക സൂചനകൾ ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് വിചാരണ തൽക്കാലം നിർത്തിവെച്ച് റീ ഇൻവെസ്റ്റിഗേഷന് പെർമിഷൻ തരണം. കൊടുത്തില്ലേ കോടതി? ഇനി SITക്ക് ഇത് അന്വേഷിക്കാൻ പറ്റുമോ? ഒരു കേസ് എങ്ങനെ 2 ഏജൻസി അന്വേഷിക്കുക? ജില്ലാ കോടതിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഓർഡർ പ്രകാരമാണ് വീണ്ടും ഇടവണ്ണ പോലീസ്. ഈ ഇടവണ്ണ പോലീസാണ് ഈ കേസ് മുക്കിയത്. അതായിരുന്നു എന്റെ പരാതി. ആ പരാതി അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം നേരെ SITയുടെ അന്വേഷണ പരിധിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. ഞാൻ വിളിച്ചു പറഞ്ഞു, കത്ത് കൊടുത്തു. ഇതാണോ സത്യസന്ധമായ അന്വേഷണം നടക്കുക എന്ന് ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞത്? ഞാനിത് കാത്തിരിക്കണോ? എന്നെ കുറ്റവാളിയാക്കാൻ നോക്കുന്നവർ ഈ 188 പ്രതികളിൽ ഈ സ്വർണം കൊണ്ടുവന്നവരിൽ ഒരാളെ പോലും വിളിച്ച് അന്വേഷിച്ചിട്ടില്ല. നമ്മളിത് കഴിഞ്ഞ് അങ്ങോട്ടാ പോകുന്നത്? അല്ല, ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞ പൂർത്തിയാട്ടെ. ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞ വസ്തുനിഷ്ഠമായി അന്വേഷണം നടക്കുന്നു. ഇതാണ് വസ്തുനിഷ്ഠമായ അന്വേഷണം. അച്ചടി ഭാഷ കൊണ്ട് മാത്രം പോരാ, അദ്ദേഹം അത് വളരെ സ്പഷ്ടമായി പറയുന്നുണ്ട്. അങ്ങനെയല്ല നടക്കുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ടാ പോകുന്നത്? കൊണ്ടോട്ടിയിലേക്കാ. ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക, ആ തട്ടാനെങ്കിലും ഒന്ന് പോയി നോക്കൂ എന്റെ അന്വേഷണ ഏജൻസിയോട്. ഒരാളും പോയി നോക്കിയിട്ടില്ല. ഇത് കഴിഞ്ഞ അങ്ങോട്ടാണല്ലോ ചലോ കൊണ്ടോട്ടി. ഈ പണിയൊക്കെ എന്താ എന്നെ കൊണ്ടെടുപ്പിക്കുന്നത്? എന്നിട്ട് വസ്തുനിഷ്ഠമായി, ഇതാണ് വസ്തുനിഷ്ഠമായ അന്വേഷണം. മറ്റേതോ ഇയാളുടെ മാമി കേസ് തിങ്കളാഴ്ച പൊതുയോഗം വിളിച്ചിട്ടുണ്ട് ഞാൻ കോഴിക്കോട്. ഞാൻ ഇപ്പൊ വിളിച്ചു പറഞ്ഞു, കോഴിക്കോട് ജനതയോട് നമ്മൾ സംസാരിക്കണ്ടേ? ഒരു മനുഷ്യൻ അങ്ങാടിയിൽ നിന്ന് ഉച്ചക്ക് അങ്ങോട്ട് പിടിച്ചു കൊണ്ടുപോയിട്ട് 13-14 മാസമായി ഒരു വിവരമില്ല. ആരന്വേഷിച്ചാലും ഇത് കാണുന്നില്ല. ഇത് അന്വേഷിച്ച് സത്യസന്ധമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ SITയുടെ ഭാഗമായി, എന്റെ പരാതിയുടെ ഭാഗമായി അന്വേഷിച്ച് 3 ദിവസം പോയിട്ടുള്ളൂ ക്രൈംബ്രാഞ്ച് SP. അതാ മാറ്റുന്നു അങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക്. പോലീസിൽ നിന്ന് എക്സൈസിക്കാ പ്രൊമോഷൻ കൊടുത്തു. നോക്കണം നമ്മള്. NIA ഉൾപ്പെടെ കേരളത്തിലെ ഒട്ടനവധി പ്രമാദമായ കേസുകൾക്ക് തുമ്പുണ്ടാക്കിയ വളരെ സത്യസന്ധനായ ഒരു ഓഫീസറാണ്. ആ കുടുംബം പറഞ്ഞു ഞങ്ങൾക്കൊരു ആശ്വാസമായി. ഇതാണോ വസ്തുനിഷ്ഠമായ അന്വേഷണം? ആ കുടുംബം കത്ത് കൊടുത്തിട്ട് എത്ര ദിവസമായി? ഈ പാർട്ടി കത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ബഹുമാനപ്പെട്ട സെക്രട്ടറി കത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഒറ്റ ആവശ്യമുള്ളൂ, ഞങ്ങളെ വാപ്പാനെ കാണാനായിട്ട് 13 മാസമായി. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഞങ്ങൾ തൃപ്തരല്ലായിരുന്നു. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ SP അന്വേഷിച്ചതിൽ സത്യസന്ധമായ ചില കാര്യങ്ങൾ ഞങ്ങളോട് ചോദിക്കുകയും ഞങ്ങൾക്കത് പറയാനും കഴിഞ്ഞു. മുമ്പ് അത് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ അന്വേഷണം തിരിച്ചേൽപ്പിച്ച അഡീഷണൽ ചാർജ് അവിടുന്ന് മാറ്റാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാനും കത്ത് കൊടുത്ത ഒരു അഡീഷണൽ ചാർജ് ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഹെഡായിട്ട് അദ്ദേഹത്തെ വെക്കണം. ആ കേസ് അന്വേഷണത്തിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം IG പ്രകാശ ക്രൈംബ്രാഞ്ചിന്റെ. അദ്ദേഹത്തെ എങ്ങോട്ട് മാറ്റി? ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഹരിയാന, അവിടെ ചാർജ് കൊടുത്തു. ഹെഡില്ല, IG ഇല്ല ക്രൈംബ്രാഞ്ചിന്. ഇങ്ങനെ ഈ നാടകം നടത്തുമ്പോൾ വസ്തുനിഷ്ഠമായിട്ടാണ് ഈ അന്വേഷണം നടക്കുന്നത് പറഞ്ഞത്. പിന്നെ ഞാനിത് വിളിച്ചു പറയല എന്ത് ചെയ്യുന്നു? പാർട്ടി പറഞ്ഞ ഞാൻ അനുസരിച്ചു. പക്ഷെ ഞാൻ പാർട്ടിയോട് പറഞ്ഞ റിക്വസ്റ്റിൽ പാർട്ടി പരിഗണിച്ചതേ ഇല്ല. ഈ വസ്തുതാപരമായി ഇത് അന്വേഷിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിയെ സ്നേഹിക്കുന്നവർ പാർട്ടിയെ സ്നേഹിക്കണത്. പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതെന്താ? ഞാൻ കമ്മ്യൂണിസ്റ്റ് ഒന്നും പഠിച്ചിട്ടില്ല. ഈ ഇരിക്കുന്നവരിൽ ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ മാർക്സും ആംഗിൾസും എഴുതിയത് വായിച്ച് പഠിച്ചിട്ട് വന്നവരൊന്നുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇത് അങ്ങനെയൊന്നും മാർക്സ് പാർട്ടി ലീഡർഷിപ്പ് തെറ്റിദ്ധാരണ വേണ്ട. ഇതൊക്കെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. പാവങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി പോരാടുന്ന ഒരു സംഘടന, തൊഴിലാളികൾക്ക് വേണ്ടി സംഘടന, സമൂഹത്തിൽ അധസ്ഥിതരായിട്ട് പോരാടുന്ന ഒരു സംഘടന. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എന്താ? രാജ്യത്തിന്റെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നിലപാടെടുക്കുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇങ്ങനെ പല ബേസിലാണ് ഈ പാർട്ടിയിലേക്ക് ആൾ വന്നിട്ടുള്ളത്.
അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ അതിന്റെ ബേസിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറി പറയുന്നിടത്താണ് സത്യം. അതല്ല, ഈ നാട്ടിൽ ഇത് അനുഭവിക്കുന്ന സാധാരണ മനുഷ്യരുടെയും പാർട്ടി പ്രവർത്തകരുടെയും അനുഭവം ഇതാണ്. അത് അവർ പാർട്ടി പ്രവർത്തകർ തീരുമാനിച്ചോട്ടെ. ഞാൻ ആ പാർട്ടിക്കൊപ്പാണ്. ഏത് പാർട്ടിക്കൊപ്പം? ഈ പറയുന്ന സാധാരണ ജനങ്ങൾക്കൊപ്പം, ഈ പാവങ്ങൾക്കൊപ്പാണ് ഞാൻ. അതിൽ തർക്കമില്ല. എങ്ങനെ ഏരിയ കമ്മിറ്റികളിലെല്ലാം താങ്കൾക്കെതിരെ പ്രതിഷേധ സംഘടന വൈകുന്നേരം ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. പാർട്ടി ഇതേ തരത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങളും മറ്റു കാര്യങ്ങളോട് മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. അങ്ങ് സ്നേഹിക്കുന്ന പാർട്ടി പ്രവർത്തകരെ കൊണ്ടാണ് ഇത് ചെയ്യാൻ വേണ്ടി സെക്രട്ടറി പറയുന്നത്. അത് കുഴപ്പമില്ലെന്നേ. ഞാൻ നിലമ്പൂർ പോയ കഥ പറഞ്ഞല്ലോ, ഞാൻ മത്സരിക്കാൻ പോകുന്നുള്ള സംഭവം പറഞ്ഞില്ലേ? കേട്ടില്ല ഇങ്ങോട്ട്. അന്ന് ഇതേപോലെ ആയിരുന്നല്ലോ. ആ പാർട്ടി സഖാക്കളെ മുഴുവൻ തിരിച്ചു വിട്ടിരുന്ന ഒരു വിഭാഗം PV അൻവർ മുർദാബാദ് എന്ന് പറഞ്ഞു. എനിക്ക് പാർട്ടി ഫൈനൽ 2016 തെരഞ്ഞെടുപ്പിൽ സീറ്റ് പ്രഖ്യാപനം നടന്നിട്ടില്ല. പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ്. ഞാൻ ആര്യാടന്റെ ബന്ധുവാണ്. ആര്യാടൻ ശോകത്തിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയിലെ ഒരു വിഭാഗം പൈസ കൊടുത്ത് പാർട്ടിയെ സ്വാധീനിച്ച് എന്നെ സ്ഥാനാർത്ഥിയാക്കിയതാണ്. അതുകൊണ്ട് അൻവറിന് നിലമ്പൂരിലേക്ക് പ്രവേശനമില്ല എന്നായിരുന്നു അന്ന്. 25 പാർട്ടി ഓഫീസുകൾ പൂട്ടിയെന്ന്. എടക്കര ഏരിയ കമ്മിറ്റി ഓഫീസ് പൂട്ടി. പലരും സ്ഥാനത്തുനിന്ന് വിട്ടു. ആ അവസ്ഥയിലാണ് ഈ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ അവിടെ വരുന്നത്. ഞാൻ ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞു, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട് ഇവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സഖാക്കളാണ്, അവർ പാവങ്ങളാണ്, അവരെ ഈ പറഞ്ഞത് ഒറ്റയടിക്ക് അവർക്ക് അതേ മനസ്സിലാവൂ. 42 ദിവസം ഉണ്ടായിരുന്നു അന്ന് ഇലക്ഷന് നോമിനേഷൻ കൊടുത്തിട്ട്. 20 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് PV അൻവർ മുർദാബാദ് എന്ന് വിളിച്ച ഈ സഖാക്കള് സത്യം മനസ്സിലാക്കി. PV അൻവർ സഖാവെ സിന്ദാബാദ് എന്ന് വിളിച്ചിട്ടുണ്ട് ഈ നിലമ്പൂരിൽ. അപ്പൊ അന്ന് വേറൊരു വിഭാഗം നടത്തിയ പണി ഇന്ന് പാർട്ടി നേതൃത്വത്തിൽ നടത്തുകയാണെങ്കിൽ നടത്തട്ടെ എന്ന്. അവർക്കത് മനസ്സിലാവുമല്ലോ ജനങ്ങൾക്ക്, പാർട്ടിക്കാർക്ക്. അത്രേ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അല്ല, ഉറപ്പല്ലേ? കേരളത്തിൽ ഒറ്റക്ക് മത്സരിച്ചിട്ട് 2011 എറണാട് തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒറ്റക്ക് മത്സരിച്ച്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അഷ്റഫ് മാഷ്. 2400 വോട്ടായിട്ട്, വെറും 2400. LDFന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ എന്നോട് ഏറ്റുമുട്ടിയിട്ട് കെട്ടിവെച്ച കാശ് ആർക്കുണ്ടായില്ല. LDFന്റെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടായില്ല. അത് CPM അല്ല, CPM LDFന്റെ ഭാഗമല്ലേ? പിണറായി വന്ന് പ്രസംഗിച്ചില്ലേ? ഈ പറയുന്ന VS വന്ന് പ്രസംഗിച്ചില്ലേ? എല്ലാ LDFന്റെ നേതാക്കന്മാരും രംഗത്തുണ്ടായിരുന്നില്ലേ? അപ്പോ ഞാൻ രണ്ടാമത് എത്തിയത്. PK ബഷീർ 10,000 വോട്ടിനാണ് ജയിക്കുന്നത്. അത് ഒരാളുടെയും പിന്തുണല്ലാതെ ഈ പറയുന്ന സാധാരണ മനുഷ്യരുടെ പിന്തുണ മത്സരിച്ച. അത് കഴിഞ്ഞ് ഞാൻ പാർലമെന്റിൽ മത്സരിച്ചല്ലോ വയനാട്ടിൽ 2014. ആരെങ്കിലും ഉണ്ടായിരുന്നോ? അതൊക്കെ ഇവർക്കെതിരെ ഞാൻ നടത്തിയ എന്റെ പോരാട്ടമാണ്. പിന്നെ 16 ഞാൻ എന്തായാലും നിലമ്പൂരിൽ മത്സരിക്കാൻ പോകുന്നു. പാർട്ടി വന്ന് എന്നോട് ചോദിച്ചത്, ഞങ്ങൾ പിന്തുണ എന്നാൽ മത്സരിക്കുമോ? ഞാൻ എന്തായാലും മത്സരിക്കുകയാണ്. പിന്തുണ നിങ്ങൾക്ക് നൽകണമെങ്കിൽ നൽകാമെന്ന് പറഞ്ഞു. പാർട്ടി പിന്തുണച്ചു, ഞാൻ ജയിച്ചു.